നമസ്കാരം. തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്ത് ചൂടേറിയ വിവാദമായി മാറുകയാണ് CPM BJP രഹസ്യധാരണയെന്ന ആരോപണം. ഈ ഡീൽ ആരോപണത്തിൻ്റെ യാഥാർത്ഥ്യമെന്ത്? ബിയോണ്ട് ദ ബാലറ്റിലേക്ക് സ്വാഗതം. സംസ്ഥാനത്തെ ഈ തെരഞ്ഞെടുപ്പ് ചരിത്രമെടുത്ത് പരിശോധിച്ചാൽ അവിടെ പാർട്ടികൾ തമ്മിൽ അല്ലെങ്കിൽ മുന്നണികൾ തമ്മിൽ രഹസ്യധാരണയുണ്ട് എന്നുള്ള ആരോപണത്തിനൊന്നും അതൊന്നും ഒരു പുത്തരിയായ കാര്യമല്ല. പതിറ്റാണ്ടുകളായി നാം കേൾക്കുന്ന കാര്യം തന്നെയാണ്. പക്ഷേ ഇക്കുറിയും വന്നു അതുപോലുള്ള ഒരു ആരോപണം. പ്രതിപക്ഷ നേതാവ് VD സതീശനാണ് ആ ആരോപണം ഉന്നയിച്ചത്. പക്ഷേ അത് വളരെ ഗൗരവമായ ആരോപണമാണ് ഉന്നയിച്ചിരിക്കുന്നത്. 10ഓളം സീറ്റുകളിൽ CPM-ഉം BJP-യും തമ്മിൽ രഹസ്യധാരണയുണ്ട് എന്ന ആരോപണമാണ് അദ്ദേഹം ഉന്നയിച്ചിരിക്കുന്നത്. പാലക്കാടിനെ ചൂണ്ടിക്കാട്ടിയാണ് ആ ആരോപണം ആദ്യ ദിനം ടെലിവിഷൻ ചാനലുകൾക്ക് നൽകിയ അഭിമുഖത്തിൽ അദ്ദേഹം പറഞ്ഞതെങ്കിൽ ഇന്നതിൽ 4-5 മണ്ഡലങ്ങളുടെ കൂടി പേര് പറഞ്ഞു. 10 മണ്ഡലങ്ങൾ ഏതൊക്കെയെന്ന് ചോദിച്ചപ്പോൾ 5 ഞാൻ പറഞ്ഞില്ലേ, ബാക്കി കൂടി പറയാമെന്നാണ് അദ്ദേഹം പറയുന്നത്. പാലക്കാടിലേക്ക് എത്തിയാൽ ഐശ്വര്യ, എന്താണ് ഈ ഒരു ആരോപണത്തിൻ്റെ ഉള്ളുകള്ളിയായിട്ട് ഐശ്വര്യയ്ക്ക് തോന്നുന്നത്? ഈ കഴിഞ്ഞ നാളുകളിൽ നമ്മൾ പാലക്കാട് തെരഞ്ഞെടുപ്പ് കണ്ടതാണ്. ഒരുപക്ഷെ വലിയ വിവാദങ്ങൾക്കും ഒരുപാട് വിഷയങ്ങൾക്കും ഒക്കെ ചർച്ചയ്ക്ക് ഇടയാക്കിയ ഒരു സാഹചര്യം കൂടിയാണ് പാലക്കാട് തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത്, ഉപതെരഞ്ഞെടുപ്പ്. ആ സമയത്ത് ഒരുപക്ഷെ വലിയ തോതിൽ കോൺഗ്രസിനായാലും ഈ പറഞ്ഞതുപോലെ CPM-നായാലും BJP-ക്കായാലും ഒരുപാട് പ്രതീക്ഷയുള്ള ഒരു മണ്ഡലമായിരുന്നു പാലക്കാട്. BJP വളരെ സ്ട്രോങ് എന്ന് അവർ വിശ്വസിക്കുന്ന ഒരിടം, കോൺഗ്രസിന് തങ്ങളുടേതായ വോട്ടുണ്ട് എന്ന് കോൺഗ്രസ് വിശ്വസിക്കുന്നിടം, പാലക്കാട് പിടിച്ചെടുക്കാനുള്ള CPM-ന്റെ ശ്രമം. പക്ഷെ ആ ശ്രമം ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ, പ്രത്യേകിച്ച് നിർണായകമായൊരു നിയമസഭാ തെരഞ്ഞെടുപ്പ്, പിണറായി 3.0 വരും എന്ന് പറയുന്ന ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പ്, ആ തെരഞ്ഞെടുപ്പിൽ LDF-ന്റെ സ്ഥാനാർത്ഥിയെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ NMR റസാഖാണ്. അദ്ദേഹം ഒരു വ്യവസായിയാണ്. എങ്ങനെയാണ് ഇത്രയധികം പാർട്ടി പിടിച്ചെടുക്കണമെന്ന് ആഗ്രഹിക്കുന്ന, രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്ന ഒരു മണ്ഡലത്തിൽ ഒരു വ്യവസായിയെ CPM മുന്നോട്ട് വയ്ക്കുന്നത് സ്ഥാനാർത്ഥിയായി? അത് തന്നെയാണ് ഈ ഡീൽ ആരോപണത്തിൻ്റെ അടിത്തറ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം പ്രതിപക്ഷം ആരോപണം ഉന്നയിക്കുന്നത് എന്തുകൊണ്ട് സ്ട്രോങ് ആയ ഒരു കാൻഡിഡേറ്റ് അവിടെ ഇല്ല. ആ ചോദ്യത്തിന് മറുപടി പറയാൻ CPM നേതാക്കൾ ബാധ്യസ്ഥരാണ്. പക്ഷെ അങ്ങനെ ഒരു മറുപടി ഇതുവരെ ഉണ്ടായിട്ടില്ല. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ആ സീറ്റ് വളരെ നിർണായകമാണ്. നേരത്തെ ഷാഫി പറമ്പിലിന്റെ കയ്യിൽ വളരെ സേഫായിരുന്ന ഒരു സീറ്റാണ്. പക്ഷേ പിന്നീട് ആ സീറ്റ് നിലനിർത്താനായി രാഹുൽ മാങ്കൂട്ടത്തിനെ കൊണ്ടുവരുന്ന ഒരു സാഹചര്യവും ഉണ്ടായി. അല്ല, CPM-ന്റെ ചരിത്രത്തിൽ ഇതുപോലുള്ള സീറ്റ് മലപ്പുറം ജില്ലയിലും കോഴിക്കോട് ചില ജില്ലകളിലുമൊക്കെ UDF-ന്റെ ലീഗിന്റെ ആണെങ്കിലും കോൺഗ്രസിന്റെ സീറ്റുകൾ പറയുമ്പോൾ പോലും 2016-ലും 2021-ലും വേണ്ടത്ര മേൽക്കൈ പാലക്കാട് CPM-ന് കിട്ടിയില്ല എന്നുള്ളത് പരമമായ യാഥാർത്ഥ്യമാണ്. അതിനുശേഷം തീർച്ചയായും അങ്ങനെയാണെങ്കിൽ പോലും CPM-ന് അത് എന്തുകൊണ്ട് കഴിഞ്ഞില്ല എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് തന്നെയാണ്. സരിനെ കോൺഗ്രസിൽ നിന്ന് ഇടത് പാളയത്തിലേക്ക് കൊണ്ടുവന്ന് തങ്ങളുടെ ശക്തനായ സ്ഥാനാർത്ഥി എന്ന് പറയുന്നു. പിന്നീട് തുടർന്നും സരിൻ പാലക്കാട് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നു. തുടർച്ചയായി രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയർന്ന ആരോപണങ്ങളിൽ ശക്തമായ മറുപടി പറയുന്നു. സ്വാഭാവികമായും ഒരു ചിത്രമുണ്ടാവും, വീണ്ടും അവിടെ സരിൻ തന്നെയായിരിക്കും സ്ഥാനാർത്ഥി എന്നുള്ളത്. പക്ഷേ അങ്ങനെ ഒരു ചർച്ചയിലേക്കായി പോയില്ല എന്നുള്ളത് മാത്രമല്ല, അവിടെ ഒരു വ്യവസായിയെ പ്ലേസ് ചെയ്തു എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഇത്രയധികം വിമർശനം പാലക്കാട് പോലെ ഒരു മണ്ഡലത്തിൽ അവിടെ ഉണ്ടാകുന്നത്. മറ്റൊന്ന്, അവിടെ പാലക്കാട് BJP വളരെ സ്ട്രോങ് ആണെന്ന് BJP വിശ്വസിക്കുന്ന ഒരിടമാണ്. അവിടെ ശോഭാ സുരേന്ദ്രൻ വിശ്വസിക്കൽ മാത്രമല്ല, അത് യാഥാർത്ഥ്യമാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലൊക്കെ ഉള്ള വോട്ട് ഷെയർ കണ്ടാൽ നമുക്കറിയാൻ പറ്റും. അവിടെ BJP വളരെ ശക്തമായ സാന്നിധ്യമുള്ള മണ്ഡലമാണ്. ശോഭാ സുരേന്ദ്രനെയാണ് അവിടെ മത്സരിപ്പിക്കുകയും ചെയ്തത്. തീർച്ചയായും പ്രത്യേകത എന്ന് പറയുന്നത് വോട്ട് വിഹിതം കാര്യമായി വർദ്ധിപ്പിക്കാൻ ശോഭാ സുരേന്ദ്രൻ മത്സരിച്ച ഇടങ്ങളിലെല്ലാം എല്ലാ മണ്ഡലങ്ങളിലും ശോഭയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഒരു കാൻഡിഡേറ്റിനെ ശക്തമായ ഒരു മണ്ഡലത്തിൽ പ്ലേസ് ചെയ്യുന്നത് ആ മണ്ഡലം പിടിച്ചെടുക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെയാണ്. അവിടെ ഒരു സ്ട്രോങ് കോമ്പറ്റീഷൻ വരണമെങ്കിൽ അവിടെ CPM-ന്റെ അല്ലെങ്കിൽ LDF-ന്റെ ഒരു കാൻഡിഡേറ്റ് വരണമായിരുന്നു. പക്ഷെ അവിടെ വന്നത് ഒരു വ്യവസായിയാണ്. അതെന്തുകൊണ്ട് എന്നുള്ള ചോദ്യമാണ് ഈ ഡീലിന് ആധാരമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. തീർച്ചയായും ആ ചോദ്യം തന്നെയാണ് പ്രതിപക്ഷ നേതാവ് ആദ്യം മുതൽ ഉന്നയിക്കുകയും ചെയ്തത്. ആ ചോദ്യത്തിനോട് ഒന്നും തന്നെ ഇതുവരെ കൃത്യമായ മറുപടി, ആ ചോദ്യത്തിനുള്ള മറുപടി ഇതുവരെ ഒരു ഇടത് നേതാവും പറഞ്ഞിട്ടില്ല. മുഖ്യമന്ത്രിയാണെങ്കിലും പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനാണെങ്കിലും ഇതുവരെ പറഞ്ഞിട്ടില്ല. ഇത്തരമൊരു ആരോപണം ഉന്നയിക്കുമ്പോൾ അതിന് പൂർവ്വകാലങ്ങളിലുള്ള കഥകളൊക്കെ പറഞ്ഞ് അതിനെ ന്യായീകരിക്കാൻ ശ്രമിക്കുകയാണ് ചെയ്യുന്നത്. എന്തുകൊണ്ട് ഐശ്വര്യ ഇവിടെ സൂചിപ്പിച്ചതുപോലെ എന്തുകൊണ്ട് ഇത്രയും ക്രൂഷ്യലായിട്ടുള്ള
നടന്നിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പിൽ പാലക്കാട് പോലുള്ള ഒരു മണ്ഡലത്തിൽ അവിടെ BJP ശോഭാ സുരേന്ദ്രനെ മത്സരിപ്പിച്ചത് നമുക്കറിയാം. സംസ്ഥാനത്ത് തന്നെ പല മണ്ഡലങ്ങളിലും അവർ A ക്ലാസ് ആയി കാണുന്ന പല മണ്ഡലങ്ങളിലും അവർ പല സ്ഥാനാർത്ഥികളെയും പ്ലേസ് ചെയ്യുന്നത് ഒരിക്കലും അവിടെ ഒരു മത്സരം കാഴ്ചവെക്കാനല്ല, അത് വിജയിക്കാൻ തന്നെയാണ് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് തന്നെയാണ്. ആ മണ്ഡലങ്ങളുടെ ഗണത്തിൽപ്പെടുന്ന ഒന്നാണ് പാലക്കാട്. അവിടെ ശോഭാ സുരേന്ദ്രനെ മത്സരിപ്പിച്ചത് ഇക്കുറി അവർക്ക് വിജയം നേടാമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ്. എന്തുകൊണ്ടായിരിക്കും അവിടെ ഈ പറഞ്ഞതുപോലെ രാഷ്ട്രീയത്തിൽ സജീവമല്ലാത്ത ഒരു ബിസിനസ്സുകാരൻ മാത്രമായ മറ്റെന്തെങ്കിലും മേഖലകളിൽ നിന്ന് വോട്ട് സ്വാധീനിക്കാനുള്ള ശേഷിയുണ്ടെന്ന് കരുതാൻ കഴിയാത്ത ഒരാളെ മത്സരിപ്പിച്ചത്? മറ്റൊരു സാഹചര്യം കൂടിയുണ്ട്. അവിടെ ഷാഫി പറമ്പിൽ പാർലമെന്റിലേക്ക് പോയതിനു ശേഷം നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ വലിയ ഭൂരിപക്ഷത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ജയിക്കുകയുണ്ടായി. അതിനുശേഷം അദ്ദേഹത്തിനെതിരെ വന്ന ആരോപണങ്ങൾ, അത് കോൺഗ്രസ് പാർട്ടിക്ക് തന്നെ ഉണ്ടാക്കിയ നാണക്കേട്, ഇതെല്ലാം പാലക്കാട് മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം CPM-ന് അനുകൂലമായ ഒരു ഘടകമാണ്. ആ ആരോപണങ്ങൾ എത്രയോ കാലം അവർ ഉന്നയിച്ചുകൊണ്ടിരുന്നതാണ്. ഇപ്പോഴും അത് നിലനിൽക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായിട്ട് പോലും എന്തുകൊണ്ടാണ് പാലക്കാട് പോലുള്ള ഒരു മണ്ഡലത്തിൽ CPM-ന്റെ ശക്തി കേന്ദ്രം എന്ന് വിശേഷിപ്പിക്കാവുന്ന പാലക്കാട് പോലുള്ള ജില്ലയിൽ, പാലക്കാട് എന്ന മണ്ഡലത്തിൽ ഒരു പാർട്ടി സ്ഥാനാർത്ഥി ഇല്ലാത്തത്? അതിനൊരു ഒറ്റ ഉത്തരം മാത്രമേ ഉള്ളൂ. ഞാൻ മനസ്സിലാക്കുന്നത് തോൽവി ഭയന്നായിരിക്കാം. ഒരു പക്ഷേ അങ്ങനെയാണെങ്കിൽ അതിന് മറുപടി പറയേണ്ടതും കൃത്യമായി LDF കൺവീനറും CPM-ന്റെ സംസ്ഥാന സെക്രട്ടറിയും തന്നെയാണ്. എന്തുകൊണ്ട് അല്ല, ഒരു പക്ഷേ വേണ്ടത്ര ഭൂരിപക്ഷം കിട്ടി വിജയത്തിലേക്ക് എത്താൻ കഴിയില്ല എന്നുള്ള ഒരു ആത്മവിശ്വാസ കുറവുണ്ടായേക്കാം എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തുകൊണ്ട് അവിടെ ഒരു LDF-ൽ നിന്ന് തന്നെ പാർട്ടി ചിഹ്നത്തിൽ ഒരു സ്ഥാനാർത്ഥിക്ക് മത്സരിക്കാൻ കഴിയത്തില്ല എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം തന്നെയാണ്. അപ്പോൾ അങ്ങനെ അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യം ഉയർന്നു കേൾക്കുമ്പോൾ നമുക്ക് നേരത്തെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് തന്നെ തുടങ്ങേണ്ടി വരും. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയർന്ന ആരോപണങ്ങൾ അതൊക്കെ തന്നെയും ഉള്ളപ്പോൾ പോലും അദ്ദേഹം ഒരു രാജി സമർപ്പിച്ചിട്ടില്ല എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ ആ കാര്യം അവിടെ പറയുമ്പോൾ പോലും പാർട്ടിയിൽ നിന്ന് വലിയ സമ്മർദ്ദമുണ്ടായിട്ട് പോലും അദ്ദേഹം ആ ഒരു സ്ഥാനത്ത് തുടർന്നു എന്നുള്ളതാണ്, MLA സ്ഥാനത്ത് തുടർന്നു എന്നുള്ളതാണ്. വേണ്ടത്ര വികസന പ്രവർത്തനങ്ങൾ അവിടെ നടത്തിയെന്നുള്ളതൊക്കെയാണ് അദ്ദേഹം അവകാശവാദങ്ങളായി ഉന്നയിക്കുകയും ചെയ്യുന്നത്. പക്ഷേ അതടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞു വരുമ്പോൾ പോലും ശോഭാ സുരേന്ദ്രൻ്റെ ഒരു മത്സര വിജയ സാധ്യതയൊക്കെ കണ്ടായിരിക്കാം ഒരു പക്ഷേ CPM-ന്റെ സ്ഥാനാർത്ഥിയെ നിർത്താൻ കഴിയാതെ പോയതെന്ന് ഒരു പക്ഷേ പറയേണ്ടി വരും എന്നുള്ളത് കൂടി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അങ്ങനെ ഈ ഹോട്ടൽ മറുപടി തന്നെയാണ് ഒരു പക്ഷേ ഈ ആരോപണത്തിന്റെ അടിസ്ഥാനം എന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനെ ഒരു ഡീൽ അവിടെ നടക്കുന്നു എന്നുള്ളതാണ് പ്രതിപക്ഷ നേതാവ് ആരോപിക്കുന്നത്. തീർച്ചയായും അങ്ങനെ ഒരു ഡീൽ അവിടെ നടക്കുമ്പോൾ അവിടെ മാത്രമല്ല അദ്ദേഹം അത് എൻഡോസ് ചെയ്ത് പറയുകയും ചെയ്യുന്നത്. ഇപ്പോൾ പാലക്കാടാകട്ടെ, മഞ്ചേശ്വരമാകട്ടെ, റാന്നി ആകട്ടെ, കോന്നി ആകട്ടെ, അങ്ങനെ വിവിധങ്ങളായിട്ടുള്ള മണ്ഡലങ്ങളുടെ പേര് ഇന്നിപ്പോൾ പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞു. അത് മാത്രമല്ല, ഈ മണ്ഡലങ്ങൾ മാത്രമല്ല, ഇനിയുമുണ്ട് വരാൻ. അത് അടുത്ത ദിവസങ്ങളിൽ കൃത്യമായി പറയുമെന്നുള്ളതാണ് പറയുന്നത്. CPM BJP രഹസ്യധാരണ കഴിഞ്ഞ കുറേ നാളുകളായി തന്നെ കേരളത്തിലുള്ളതാണ്. ഈ ആരോപണങ്ങളുടെ ഒരു സ്വഭാവം എടുത്തു നോക്കിയാൽ കൃത്യമായി അവിടെയുള്ള സ്ഥാനാർത്ഥികളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഇത് പറയുന്നത്. അല്ലാതെ ഇവിടുത്തെ NMR റസാക്ക് അവിടെ ഒരു CPM ആയിട്ടുള്ള ശക്തനായിട്ടുള്ള ഒരു സ്ഥാനാർത്ഥി അവിടെ നിന്നിരുന്നെങ്കിൽ ഇങ്ങനത്തെ ഒരു ആരോപണത്തിന് തന്നെ സാധ്യതയില്ലല്ലോ. എന്തുകൊണ്ട് സരിനെ മത്സരിപ്പിക്കാൻ CPM തയ്യാറായില്ല എന്നുള്ളത് വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. അദ്ദേഹം കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പിൽ അവിടെ മത്സരിച്ചതാണ്. അദ്ദേഹം തെരഞ്ഞെടുപ്പ് പര്യടന പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോയപ്പോൾ ഞാൻ അവിടെ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടി പോയതാണ്. ആർഷോ ഉണ്ട്, അതല്ലെങ്കിൽ ഇപ്പോൾ SFIയിൽ നിന്ന് തന്നെയുള്ള സംസ്ഥാന സെക്രട്ടറി മത്സരിക്കുന്നില്ല, പ്രസിഡന്റ് മത്സരിക്കുന്നില്ല, അങ്ങനെ കേന്ദ്ര കമ്മിറ്റി മെമ്പർമാർ എത്രയോ പേരുണ്ട്. അങ്ങനെ ഏതെങ്കിലും ഒരു സേഫ് ആയിട്ടുള്ള ഒരു കാൻഡിഡേറ്റിനെ റിപ്ലേസ് ചെയ്യാൻ എന്തുകൊണ്ട് CPM-ന് കഴിഞ്ഞില്ല എന്നുള്ളത് വലിയ പ്രധാനപ്പെട്ട ഒരു ചോദ്യം തന്നെയാണ്. അതുമായി ബന്ധപ്പെട്ട അതിന്റെ ഉത്തരവാദികൾ തന്നെ മറുപടി പറയണമെന്നുള്ളതാണ്. ഉത്തരവാദികളോട് മറുപടിക്ക് ചോദിച്ചപ്പോൾ അവരെല്ലാം തന്നെ ഒഴിഞ്ഞു മാറുന്ന മുഖ്യമന്ത്രി പറഞ്ഞത് എന്താണ്? 91-ലെ കോലീബി സഖ്യത്തെക്കുറിച്ച്. അതിനുശേഷം എത്ര തെരഞ്ഞെടുപ്പുകൾ കഴിഞ്ഞുപോയി. ഇപ്പോഴും ഈ തെരഞ്ഞെടുപ്പിലെ ഈ ഏപ്രിൽ 9-ാം തീയതി നടക്കുന്ന വോട്ടെടുപ്പിൻ്റെ കാര്യത്തെക്കുറിച്ച് ചോദിക്കുമ്പോൾ 91-ലെ കോലീബി സഖ്യം പറഞ്ഞാൽ മതിയോ? ഇതിന് അദ്ദേഹത്തിന് എന്ത് മറുപടി ഉണ്ട് എന്നുള്ളതാണ്. തോമസ് ഐസക്കിനോട് ചോദിച്ചപ്പോൾ അദ്ദേഹം എന്താണ് പറഞ്ഞത്? അദ്ദേഹം നേരെ തിരിച്ചു പറയുന്നു. അവിടുത്തെ UDF-ന്റെ സ്ഥാനാർത്ഥി രമേശ് പിഷാരടിയെക്കുറിച്ച് അദ്ദേഹം കോമാളിയാണെന്നൊക്കെ പറയുകയും ഇന്ന് അതിൽ ഖേദം പ്രകടിപ്പിക്കുകയും ചെയ്യേണ്ടി വന്നിരിക്കുകയാണ്. പക്ഷേ ആ ഒരു ആരോപണം കൂടി അവിടെ ഉണ്ട്. അരി എത്രയെന്ന് ചോദിക്കുമ്പോൾ പയറഞ്ഞാഴി എന്നല്ലല്ലോ മറുപടി പറയേണ്ടത്. എന്താണോ ചോദ്യം ചോദിക്കുന്നത് അതിന് അനുപാതികമായിട്ടുള്ള മറുപടിയല്ലേ വരേണ്ടത്. പലപ്പോഴും അത്തരത്തിലുള്ള മറുപടിയല്ല CPM നേതാക്കളുടെ ഭാഗത്ത് നിന്ന് വരുന്നത് എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിൽ കൃത്യമായിട്ടുള്ള മറുപടി ഒരു പക്ഷേ പറയാനില്ലാത്തത് കൊണ്ടായിരിക്കാം, ന്യായീകരിക്കാൻ ഇല്ലാത്തത് കൊണ്ടായിരിക്കാം ഇതിലിങ്ങനെ ചുരുങ്ങിപ്പോകുന്നത് എന്നുള്ളതാണ്. നേമത്ത് UDF-ന്റെ സഹായത്തോടു കൂടിയാണ് ഇത്തരത്തിൽ ഈ BJP-യുടെ അക്കൗണ്ട് CPM പൂട്ടിച്ചത് എന്നുള്ളതാണ് അവർ പറയുകയും ചെയ്യുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ യാഥാർത്ഥ്യവും അതിൻ്റെ കാര്യങ്ങളും ഒക്കെ തന്നെ കൃത്യമായി വ്യക്തമാക്കാൻ കഴിയുമോ എന്നുള്ളൊരു പ്രധാനപ്പെട്ട ചോദ്യം കൂടി അവിടെ ഉയർന്നു കേൾക്കുകയും
ഈ പറഞ്ഞതുപോലെ ശിവൻകുട്ടിയാണ് BJP-യുടെ അക്കൗണ്ട് പൂട്ടിച്ചതെന്നാണ് UDF-ന്റെ ഒരു അത് കഴിഞ്ഞ തവണത്തെ വോട്ട് വിഹിതം എടുത്ത് പരിശോധിച്ചാൽ നമുക്ക് കൃത്യമായി മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. കെ മുരളീധരൻ കൂടുതൽ വോട്ട് പിടിച്ചു. അതിന് മുന്നത്തെ തവണ 2016 വളരെ ഏറ്റവും കുറഞ്ഞ വോട്ട് വിഹിതം മാത്രമായിരുന്നു UDF സ്ഥാനാർത്ഥിക്ക് ഉണ്ടായിരുന്നത്. ആ വോട്ട് കൂടി BJP പക്ഷത്തേക്ക് പോയി എന്ന് വേണം അനുമാനിക്കാൻ. പക്ഷേ കെ മുരളീധരനെ പോലെയുള്ള ഒരു ശക്തനായ സ്ഥാനാർത്ഥി വന്നപ്പോൾ UDF-ന്റെ വോട്ടുകൾ മൊത്തം കൈപ്പത്തി ചിഹ്നത്തിൽ പോൾ ചെയ്യപ്പെടുകയും BJP-യുടെ വോട്ട് കുറയുകയും ചെയ്തു. അങ്ങനെ ആ അക്കൗണ്ട് പൂട്ടി. അപ്പോൾ ശരിക്കും UDF അല്ലേ നേമത്ത് BJP-യുടെ അക്കൗണ്ട് പൂട്ടിച്ചത്? അല്ല, ഇത് കണക്കുകളിൽ നിന്ന് വ്യക്തമാകുന്ന കാര്യമാണ്. അതുപോലെ തന്നെ 2016 അവിടെ BJP-ക്ക് ജയിക്കാൻ കാരണമായത് UDF ആണ് എന്നൊരു ആരോപണം മുഖ്യമന്ത്രി ഉന്നയിക്കുകയും ചെയ്തു. അതും ശരിയാണ്. കാരണം അന്ന് അവിടെ UDF-ന്റെ സ്ഥാനാർത്ഥി ഒരു അശക്തനായിരുന്നു. അദ്ദേഹത്തിന് ലഭിച്ച വോട്ടുകൾ വളരെ തുച്ഛമായിരുന്നു. ആ വോട്ടുകൾ BJP-ക്ക് ലഭിച്ചു, അക്കൗണ്ട് തുറന്നു എന്നതാണ് യാഥാർത്ഥ്യം. ഇവിടെ പാലക്കാട്ടെ UDF സ്ഥാനാർത്ഥിയെക്കുറിച്ച് കൂടി ആരോപണം വരുന്നുണ്ട്. എന്തുകൊണ്ട് രാഷ്ട്രീയത്തിൽ സജീവമല്ലായിരുന്ന രമേശ് പിഷാരടി എന്ന സിനിമ TV താരത്തെ അവിടെ സ്ഥാനാർത്ഥിയാക്കി എന്നൊരു ചോദ്യം. അങ്ങനെ പറയുമ്പോൾ എന്ന് പ്രതിപക്ഷ നേതാവ് ചോദിച്ചിട്ടുണ്ട്, എന്താണ് മുകേഷിന്റെ ഒരു പൊളിറ്റിക്കൽ കരിയർ, അല്ലെങ്കിൽ അതെന്താണ് എന്ന ചോദ്യത്തിന് അദ്ദേഹം ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ഒന്നും അല്ലായിരുന്നല്ലോ എന്നുള്ള ചോദ്യമാണ് പ്രതിപക്ഷ നേതാവ് ഉന്നയിച്ചത്. അത് അവിടെ നിൽക്കട്ടെ. പക്ഷേ രമേശ് പിഷാരടിയുടെ കാര്യം പറയുകയാണെങ്കിൽ കഴിഞ്ഞ 10 വർഷമായി UDF പ്രതിപക്ഷത്താണ്. ആ 10 വർഷവും ഒരുപക്ഷെ സജീവമായി UDF-നൊപ്പം താൻ കോൺഗ്രസ് ആണെന്ന് പറഞ്ഞു നിന്ന ഒരു നടനാണ് രമേശ് പിഷാരടി. മാത്രമല്ല വെറുതെ അങ്ങ് പറഞ്ഞു പോവുകയല്ല, രാഷ്ട്രീയ വേദികളിൽ രമേശ് പിഷാരടി കോൺഗ്രസിനൊപ്പം ഉണ്ടായിരുന്നു. തെരഞ്ഞെടുപ്പ് വേദികളിൽ ഉപതെരഞ്ഞെടുപ്പ് നടന്ന സ്ഥലങ്ങളിലൊക്കെയും പ്രചാരണത്തിനായി താരപ്രചാരകനായി രമേശ് പിഷാരടി ഉണ്ടായിരുന്നു എന്നുള്ളത് വസ്തുതയാണ്. കഴിഞ്ഞ തവണ ധർമ്മജൻ മത്സരിച്ചപ്പോഴും അവിടെ രമേശ് പിഷാരടി എത്തിയിരുന്നു. അങ്ങനെ എല്ലായിടത്തും രമേശ് പിഷാരടി കഴിഞ്ഞ 10 വർഷവും തുടർച്ചയായി കോൺഗ്രസിനൊപ്പം ഉണ്ടായിരുന്ന ആളാണ്. അങ്ങനെ ഒരാളെ അവിടെ കൊണ്ടുവരുന്നു. മാത്രമല്ല ഒരു സ്റ്റാർ കാൻഡിഡേറ്റ് എന്നതിനപ്പുറത്തേക്ക് പാലക്കാട് രാഹുൽ മാങ്കൂട്ടത്തിൽ മത്സരിക്കുമ്പോഴൊക്കെയും അവിടെ രമേശ് പിഷാരടി വന്നിരുന്നു, പ്രചാരകനായി എത്തിയിരുന്നു. അപ്പോൾ അവിടെ അങ്ങനെ ഒരു വെറുതെ ഒരു താരമായതുകൊണ്ട് മാത്രം നിർത്തി, അല്ലെങ്കിൽ 2020 ഇപ്പോൾ പല സീരിയൽ താരങ്ങളെയൊക്കെ കൊണ്ടുവന്ന് നിർത്തി. പക്ഷെ അങ്ങനെ ഒരു രാഷ്ട്രീയമില്ലാത്ത അല്ലെങ്കിൽ രാഷ്ട്രീയ ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്ത ഒരാളെ അല്ല പാലക്കാട് രമേശ് പിഷാരടി. പക്ഷേ അവിടെ അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് CPM-ന് ഒരു സ്റ്റാർ കാൻഡിഡേറ്റിനെ കൊണ്ട് നിർത്താൻ കഴിയുന്നില്ല എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. അതിന് മറുപടി പറയാൻ CPM-ന്റെ ഉത്തരവാദിത്തപ്പെട്ടവർക്ക് അവർ തയ്യാറാകുമോ എന്നുള്ളത് കൂടി നമ്മൾ ഇതിൽ പരിശോധിക്കപ്പെടേണ്ടതല്ലേ? അങ്ങനെ ഒരു ആരോപണം മാത്രമല്ല, അതായത് അദ്ദേഹം തോമസ് ഐസക് നടത്തിയൊരു ആരോപണം എന്ന് പറയുന്നത് വളരെ ബാലിശമാണെന്ന് എനിക്ക് കാൻഡിഡേറ്റിനെതിരെ ഉന്നയിക്കേണ്ടത്, പ്രത്യേകിച്ച് ഈ ഘട്ടത്തിൽ. പലപ്പോഴും ഇത്തരം ആരോപണങ്ങൾ കോൺഗ്രസ് അല്ലെങ്കിൽ BJP അല്ലെങ്കിൽ ആരെങ്കിലും ആവട്ടെ CPM നേതാക്കൾ ഉന്നയിച്ചിടത്തൊക്കെയും വിജയം ആർക്കൊപ്പം നിന്നു എന്ന് നമ്മൾ കണ്ടതാണ്. പലപ്പോഴും ഇത്തരത്തിൽ അധിക്ഷേപ രീതിയിലുള്ള പരാമർശം, ഒരുപക്ഷെ അതിനുശേഷം അദ്ദേഹം ഖേദം പ്രകടിപ്പിച്ചുവെങ്കിൽ പോലും അത്തരം പരാമർശം രാഷ്ട്രീയ വിമർശനമാണ് ഉയർത്തിയത് എന്നുള്ളതാണ് അദ്ദേഹം പറയുകയും ചെയ്തത്. രാഷ്ട്രീയമായിരുന്നില്ല, കോമാളി എന്ന പ്രയോഗമായിരുന്നു നടത്തിയത്. പക്ഷേ ഈ പറഞ്ഞതുപോലെ ഒരു രാഷ്ട്രീയ പശ്ചാത്തലം അല്ലെങ്കിൽ രാഷ്ട്രീയം തെളിച്ചു പറയുന്ന രാഷ്ട്രീയ നേതാക്കൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ബഹുമാനം കൃത്യമായി ഇപ്പോൾ വാദപ്രതിവാദങ്ങൾ ഉയർത്താം, ആരോപണ പ്രത്യാരോപണങ്ങൾ ഉയർത്താം. അതിനപ്പുറത്തേക്ക് പരസ്പരം സംസാരിക്കുന്ന ഘട്ടത്തിൽ വ്യക്തിപരമായി പോകാതെ അതിനൊരു ബഹുമാനം അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കുന്നത് വളരെ ഉത്തമമായിട്ടുള്ള കാര്യമാണ്. നമ്മൾ കണ്ടതാണ്. പതിറ്റാണ്ടുകളോളം സ്വന്തം പാർട്ടിയിൽ പ്രവർത്തിച്ച, സ്വന്തം മന്ത്രിസഭയിലെ അംഗമായിരുന്ന G. സുധാകരനെ കുറിച്ച് മുഖ്യമന്ത്രി പറഞ്ഞത്. നമുക്ക് പിന്നീട് അതിലേക്ക് വരാം. ഇപ്പോൾ അഭിജിത്ത് നേരത്തെ പറഞ്ഞത് VD സതീശനും ആ കാര്യം ചൂണ്ടിക്കാണിക്കേണ്ടായി. മറ്റൊരു മണ്ഡലമാണ് റാന്നി, പത്തനംതിട്ട ജില്ലയിലെ റാന്നി മണ്ഡലം. നമുക്കറിയാം ശബരിമല ക്ഷേത്രം ഉൾപ്പെടുന്നത് റാന്നി മണ്ഡലത്തിലാണ്. അവിടെ NDA മുന്നണിയുടെ സ്ഥാനാർത്ഥി ആരാണ്? 2020 കാൻഡിഡേറ്റ് ആണ് തോമസ് സാമുവൽ. അവിടെ ഒരു പക്ഷേ തോൽവി ഭയന്നായിരിക്കുമോ എന്നുള്ളത് ഇനിയും ചില സംശയങ്ങൾ ഇങ്ങനെ നിൽക്കുകയുമാണ്. BJP എന്തെങ്കിലും അവിടെ ജയിച്ചിരുന്നു? അവിടെ ജയിച്ചിട്ടില്ല എന്നുള്ളതാണ്. പക്ഷെ അവർക്ക് എന്തുകൊണ്ട് അവിടെ ഒരു കാൻഡിഡേറ്റിനെ പ്ലേസ് ചെയ്യാൻ കഴിയുന്നില്ല എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. ഈ ചോദ്യത്തിന്റെ മറുപടിയാണ് പ്രതിപക്ഷ നേതാവിന്റെ ആരോപണത്തിൽ ചെന്നെത്തുന്നതെന്നാണ് ഞാൻ തുടക്കം മുതൽ പറയുന്നത്. അതായത് ഇത്തരം BJP-ക്ക് ജയസാധ്യതയുള്ള അല്ലെങ്കിൽ CPM-ന് ജയസാധ്യതയുള്ള ഇടങ്ങളിൽ പരസ്പരം സഹായിക്കുക എന്നുള്ള നിലയിലേക്ക്, അതായത് കോൺഗ്രസ് ജയിക്കാതിരിക്കുക എന്ന നിലയിലേക്ക് CPM BJP ഡീലുണ്ട് എന്നുള്ളത് തന്നെയാണ് പ്രതിപക്ഷ നേതാവിന്റെ ആരോപണം. ആ ആരോപണം ശരിവെക്കുന്ന ഉത്തരമാണ് ഇപ്പോൾ അഭിജിത്ത് നൽകിയത്. അതായത് 2020 എന്ന് പറയുന്നത് NDA-യിലേക്ക് നമുക്കറിയാം ഈ സമീപകാലത്ത് മാത്രം എത്തിയ ഒരു പാർട്ടിയാണ്. 2020 ഇത്രയും അധികം സീറ്റുകൾ കിട്ടുമോ? എറണാകുളം ജില്ലയിലെ
ഏതാനും ചില മണ്ഡലങ്ങളിൽ കിഴക്കൻ മേഖലയിലുള്ള ചില മണ്ഡലങ്ങളിൽ മാത്രം സ്വാധീനമുള്ള 2020 എന്ന് പറയുന്ന അതിനൊരു രാഷ്ട്രീയ പാർട്ടിയുടെ സ്വഭാവം പോലും ഉണ്ടായിരുന്നില്ല എന്നല്ലേ മനസ്സിലാക്കാൻ കഴിയുന്നത്. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഇവർക്ക് സീറ്റ് കൊടുക്കുകയാണ്. 19 20 സീറ്റുകളാണ് 2020ക്ക് 19 സീറ്റുകൾ, അതും ഇതുപോലുള്ള കോന്നി പോലുള്ള സുപ്രധാന മണ്ഡലങ്ങളിൽ. ഇത് പ്രതിപക്ഷ നേതാവ് അല്ലെങ്കിൽ കോൺഗ്രസ് നേതാക്കൾ ആരോപിക്കുന്ന ഈ രഹസ്യധാരണ എന്ന ആരോപണത്തെ ശരിവെക്കുന്നതല്ലേ? തീർച്ചയായും CPM-നെ വിജയിപ്പിക്കാനായിരിക്കാം. അതുവഴി ഒരു തുടർഭരണം കൂടി കിട്ടുകയാണെങ്കിൽ അത് അവർക്ക് കൂടി നേട്ടമാകും എന്നുള്ളത് കൂടി മനസ്സിലാക്കിക്കൊണ്ടായിരിക്കാം ഇത്തരത്തിലൊരു സമീപനം എന്നുള്ളത് നമുക്കൊരു പക്ഷേ നോക്കിക്കാണേണ്ടി വരും. അതിപ്പോൾ റാന്നിയുടെ കാര്യത്തിലാണെങ്കിലും കോന്നിയുടെ കാര്യത്തിലാണെങ്കിലും മഞ്ചേശ്വരത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും ഇപ്പോൾ പാലക്കാട് മണ്ഡലം, അങ്ങനെ ഇനി വരാനിരിക്കുന്ന ഏതൊക്കെ മണ്ഡലമായിരിക്കും എന്നുള്ളതായിരിക്കും നമ്മൾ ഒരു പക്ഷേ രാഷ്ട്രീയപരമായി കോന്നി തന്നെ BJPയുടെ ഒരു പ്രധാനപ്പെട്ട മണ്ഡലമായിരുന്നു. 32,000 വോട്ടുകൾ നേടിയ ഒരു മണ്ഡലമാണ് BJP സ്ഥാനാർത്ഥി കെ സുരേന്ദ്രൻ മത്സരിച്ചിട്ട്. അവിടെയാണ് ഇപ്പോൾ BDJS-ന് കൊടുത്തിരിക്കുന്നത് ആ മണ്ഡലം. തീർച്ചയായും അവിടെ ഈ കൃത്യമായിട്ടുള്ള വോട്ട് കണക്കുകൾ നമ്മൾ പരിശോധിക്കുന്ന ഘട്ടത്തിൽ എന്തുകൊണ്ട് അവിടെ BJPക്ക് ഒരു സ്ഥാനാർത്ഥിയെ നിർത്താൻ കഴിയുന്നില്ല എന്നുള്ളത് ഒരു പക്ഷേ BJP സ്ഥാനാർത്ഥിയെ നിർത്തി കഴിഞ്ഞാൽ അവർക്ക് അവരുടെ പാളയത്തിലേക്ക് കൃത്യമായി വോട്ട് വരില്ല എന്നുള്ളൊരു ധാരണ അവർക്ക് ഉണ്ടായേക്കാം. അതുവഴി ഒരു പക്ഷേ CPM-നെ ജയിപ്പിക്കാൻ കഴിഞ്ഞില്ലെന്ന് വരാം. അപ്പോൾ ഒരു 2020 സ്ഥാനാർത്ഥിയോ BDJS സ്ഥാനാർത്ഥിയോ പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്കൊരു സീറ്റ് നൽകിയതാകും. അതോടൊപ്പം തന്നെ CPM-നെ വിജയിപ്പിക്കാനും കഴിയും എന്നുള്ളത് ഒരു ഫോർമുലയെ അവർ മുന്നോട്ട് വച്ചിട്ടുണ്ടാകാം. പ്രാദേശികമായി അത്തരത്തിലുള്ള രഹസ്യധാരണകൾ രഹസ്യ ബാന്ധവം ഒക്കെ തന്നെയും ഉണ്ടായേക്കാമെന്നുള്ളത് ഈ ഘട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. പക്ഷേ അപ്പോഴുപോലും എന്തിനാണ് BJPയും ഇത്തരത്തിൽ ഭയക്കുന്നത് എന്നുള്ളതാണ്. ഈ ആറന്മുളയുടെ കാര്യം പറയുകയാണെങ്കിൽ അവിടെ BDJS വലിയ തോതിൽ പിടിമുറുക്കിയതാണ്. അവർക്ക് സീറ്റ് വേണം, അവർക്ക് സീറ്റില്ലാതെ മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നുള്ള കാര്യം. അങ്ങനെ അവിടെ BDJS-ന്റെ സ്ഥാനാർത്ഥിയിലേക്ക് നേതൃത്വം എത്തിയതും കൂടിയാണ്. പിന്നീട് BJPയിൽ നിന്ന് RSS-ൽ നിന്നൊരു വിഭാഗം ഇത്തരത്തിൽ ശക്തമായ വാദം ഉന്നയിക്കുകയും അവിടെ BJPയുടെ ഡയറക്റ്റ് കാൻഡിഡേറ്റിനെ പ്ലേസ് ചെയ്തില്ലെങ്കിൽ ഞങ്ങൾ പ്രചാരണ പ്രവർത്തനങ്ങളിലേക്ക് ഇറങ്ങി സജീവമാകില്ല എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് തിരുവനന്തപുരത്തുണ്ടായിരുന്ന കുമ്മനം രാജശേഖരനെ, പാർട്ടിയുടെ വളരെ പ്രധാനപ്പെട്ട ചുമതലയുള്ള ദേശീയ നേതാവിനെ ആറന്മുളയിൽ പ്ലേസ് ചെയ്യുകയും അവിടെ കുമ്മനം സ്ഥാനാർത്ഥിയായി വരികയും ചെയ്തു. ഈ കുമ്മനം രാജശേഖരൻ, B ഗോപാലകൃഷ്ണൻ ഇവരൊക്കെ BJPയുടെ സ്ഥാനാർത്ഥി പട്ടികയിൽ ഇടം പിടിച്ചത് എപ്പോഴാണ്? അവസാന ഘട്ടത്തിലാണ്, രണ്ടാമത്തെയോ മൂന്നാമത്തെയോ ഘട്ടത്തെ പത്രികയിലാണ് അവർ വന്നിരിക്കുന്നത്. എന്തുകൊണ്ട് അത്തരത്തിൽ അഭിജിത്ത് ഇവിടെ പറഞ്ഞതുപോലുള്ള ഇതുപോലുള്ള പ്രതിഷേധങ്ങളും ചില അപസ്വരങ്ങളും ഒക്കെ വന്നതിന് ശേഷമാണ് ഇവരെ പട്ടികയിൽ ഉൾപ്പെടുത്തിയത്. എന്തുകൊണ്ട് ആദ്യഘട്ടത്തിൽ തന്നെ ഇവർക്കൊരു കൃത്യമായൊരു പ്ലേസ്മെൻറ്റ് കൊടുക്കാൻ BJP നേതൃത്വത്തിന് കഴിഞ്ഞില്ല? ഒരു ഒതുക്കൽ ശ്രമം ഉണ്ടായോ? പാർട്ടിയിൽ നമ്മൾ കുറേ നാളുകളായി കേൾക്കുന്നതാണ് PK കൃഷ്ണദാസ് വിഭാഗം, K സുരേന്ദ്രൻ വിഭാഗം, മുരളീധര പക്ഷം, MD രമേശ് പക്ഷം, അങ്ങനെ എത്ര പക്ഷങ്ങളാണ് BJPക്കുള്ളിലുള്ളത്. എന്തുകൊണ്ടൊരു മുതിർന്ന നേതാക്കൾക്ക് ഇത്തരത്തിൽ ആദ്യഘട്ടത്തിൽ തന്നെ സീറ്റ് കൊടുക്കാൻ കഴിയുന്നില്ല? കൊടുങ്ങല്ലൂരിൽ സ്ഥാനാർത്ഥിയാകുമെന്നുള്ളതാണല്ലോ BJPയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് കൂടിയായിട്ടുള്ള B ഗോപാലകൃഷ്ണൻ പ്രതീക്ഷിച്ചിരുന്നത്. അദ്ദേഹത്തിന് ഗുരുവായൂർ അവസാനം കൊടുക്കേണ്ടി വന്നു. പിന്നീട് അദ്ദേഹം ഒരു വിവാദ പ്രസ്താവന നടത്തുകയും അദ്ദേഹം വെട്ടിലാവുകയും പിന്നീട് അദ്ദേഹത്തിനെതിരെ തെരഞ്ഞെടുപ്പ് കമ്മീഷന് കേസെടുക്കേണ്ട സാഹചര്യം പോലും വരികയും ചെയ്തു. എന്തുകൊണ്ട് അദ്ദേഹം ഉദ്ദേശിച്ച മണ്ഡലം കൊടുത്തിരുന്നില്ല എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. അങ്ങനെ കൊടുക്കുകയായിരുന്നെങ്കിൽ അവർക്ക് അവരുടെ വോട്ടിംഗ് പാറ്റേൺ വർദ്ധിപ്പിക്കാൻ കഴിയുമായിരുന്നു. ഒരുപക്ഷെ അടുത്ത ഘട്ടത്തിൽ അവർ മത്സരിക്കുമ്പോൾ വിജയ സാധ്യതയിലേക്ക് പോലും എത്തിയേക്കാവുന്ന മണ്ഡലങ്ങളായിരുന്നു അതൊക്കെ. എനിക്ക് തോന്നുന്നു ഈ ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ട് റാന്നിയിലെ NDA സ്ഥാനാർത്ഥി പറഞ്ഞത് ശബരിമല വിഷയത്തിൽ സർക്കാരിന്റെ ഭാഗത്ത് യാതൊരുവിധ തെറ്റുമില്ല എന്നുള്ളതാണ്. അത്തരമൊരു പരാമർശം അത് NDA അതൊരു തെരഞ്ഞെടുപ്പ് വിഷയമായി മാറ്റുന്നേ ഇല്ല, അത്തരം വിവാദങ്ങളൊന്നും കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നേ ഇല്ല എന്നാണ് NDA സ്ഥാനാർത്ഥി പറഞ്ഞത്. പ്രത്യേകിച്ച് നമുക്കറിയാം കഴിഞ്ഞ നാളുകളിൽ ഏറ്റവും കൂടുതൽ BJP NDAയും ആയുധമാക്കിയിട്ടുള്ളത് ശബരിമല വിഷയം തന്നെയാണ്. മാത്രമല്ല ഒരുപക്ഷെ വരും ദിവസങ്ങളിൽ ഏറ്റവും കൂടുതൽ ചർച്ചയാകാൻ പോകുന്നതും ഈ ശബരിമല വിഷയത്തെ കുറിച്ച് പറയുമ്പോൾ ഇന്ന് മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനത്തിലെ ചില പ്രസക്ത ഭാഗങ്ങൾ കൂടി പറയണം. ശബരിമല വിഷയമൊന്നും ഇത്തരത്തിൽ തെരഞ്ഞെടുപ്പിൽ ചർച്ചയാകില്ല. ഇടതുമുന്നണി വികസന പ്രവർത്തനങ്ങളാണ് ഇക്കഴിഞ്ഞ കാലയളവിൽ 10 വർഷ കാലയളവിൽ ചെയ്തിട്ടുള്ളത്. ആ വികസന പ്രവർത്തനങ്ങളായിരിക്കും ഓരോ മണ്ഡലത്തിലും പ്രാദേശിക തലത്തിൽ ഉൾപ്പെടെ ചർച്ചയാകുന്നത്. ഹൈക്കോടതിയുടെ നേരിട്ടുള്ള മേൽനോട്ടത്തിലാണ് SITയുടെ അന്വേഷണം പോകുന്നത്. അതുകൊണ്ട് അതിലൊന്നും തന്നെ ഓരോ കാര്യങ്ങളും പറഞ്ഞുകൊണ്ട് ജനത്തെ പിന്തിരിപ്പിക്കാൻ കഴിയില്ല. അവർ കൃത്യമായി വോട്ട് ചെയ്യും. അതിന്റെ ഫലപ്രഖ്യാപനം വരുമ്പോൾ തന്നെ മെയ് 4-ന് അറിയാൻ കഴിയുമെന്നുള്ളതാണ് മുഖ്യമന്ത്രി അതിനകത്ത് ഒരു കൃത്യമായ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് തദ്ദേശ തെരഞ്ഞെടുപ്പിലെ കണക്ക് നോക്കിയാൽ ഒരുപക്ഷെ അന്ന് ആ വിഷയത്തിൽ കൃത്യമായൊരു ഇടപെടൽ CPM നടത്താത്തതിന് തിരിച്ചടി ഉണ്ടായോ എന്ന് തെളിയിക്കുന്ന രീതിയിലേക്കാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിലെ കണക്കുകൾ പോയത്. കാരണം ഈ വിഷയം തന്നെയായിരുന്നു ഏറ്റവും വലിയ പ്രചരണമായി മാറിയത്. വലിയ തിരിച്ചടി അവർക്കുണ്ടായി. ഒരു പാരഡി ഗാനവും പിന്നെ ആ പാരഡി ഗാനത്തിനെതിരെ പോലും നിയമ നടപടികൾ സ്വീകരിക്കുന്ന
ഏറ്റവും അപഹാസ്യമായ കാര്യങ്ങൾ വരെ നമ്മൾ കാണുകയും ചെയ്തു. ഇതുവരെ ആ പാട്ടൊന്നും ശബരിമല ഉൾപ്പെടുന്ന റാന്നി മണ്ഡലത്തിൽ ഏതായാലും ഈ ശബരിമല സ്വർണ്ണക്കൊള്ള കേസ് സജീവ ചർച്ചയാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഒരു പക്ഷേ അത് ചർച്ചയാക്കാൻ സ്ഥാനാർത്ഥി സമ്മതിക്കുന്നില്ല. അദ്ദേഹം പറയുന്നത് ഇതൊന്നും ഒരു വിഷയമല്ലെന്നാണ്. അപ്പോൾ അദ്ദേഹം NDAയുടെ സ്ഥാനാർത്ഥിയാണോ അതോ LDFന്റെ സ്ഥാനാർത്ഥിയാണോ എന്ന് അദ്ദേഹം മറന്നുപോയ പോലെയാണ് ഈ തെരഞ്ഞെടുപ്പ് വേളയിൽ സംസാരിക്കുന്നത്. അതൊരു പക്ഷേ CPM-നെ സഹായിക്കാൻ തന്നെ ആയിരിക്കുമെന്ന് നമുക്കൊരു പക്ഷേ അനുമാനിക്കേണ്ടി വരും. ഇവിടെ ഘടകകക്ഷികളുടെ BJPയുടെ ഘടകകക്ഷികളുടെ NDAയിലെ ഘടകകക്ഷികളുടെ കാര്യമാണ് നമ്മൾ ഇതുവരെ ചർച്ച ചെയ്തത്. പക്ഷേ നമ്മൾ ചെങ്ങന്നൂരിൽ എടുത്തു നോക്കിയാൽ അവിടെ ചെങ്ങന്നൂരിൽ കഴിഞ്ഞ സജി ചെറിയാൻ മത്സരിക്കുന്ന മണ്ഡലത്തിൽ കുറേ കാലമായിട്ട് അവിടെ പ്രവർത്തിക്കുന്നത് സന്ദീപ് വാചസ്പതിയായിരുന്നു. പക്ഷേ സ്ഥാനാർത്ഥി പട്ടിക വന്നപ്പോൾ അദ്ദേഹത്തെ ഹരിപ്പാടേക്ക് മാറ്റി, രമേശ് ചെന്നിത്തലയുടെ മണ്ഡലത്തിലേക്ക്. ഇതുപോലെ തന്നെ ഈ ഘടകകക്ഷികൾക്ക് സഹായിക്കുക മാത്രമല്ല, പാർട്ടിയിലെ തന്നെ പ്രമുഖരായ സ്ഥാനാർത്ഥികളെ മറ്റു മണ്ഡലങ്ങളിലേക്ക് മാറ്റി സഹായിക്കുന്ന രീതി കൂടിയുണ്ട്. ഒരു ഒതുക്കൽ രാഷ്ട്രീയം ഇതിന്റെ ഭാഗമായി ഉണ്ട്. ഒതുക്കലല്ല, അത് ധാരണ എന്ന് തന്നെ വേണം അതിന് പറയാൻ. അങ്ങനെയും പറയാം, തീർച്ചയായും ഒരു രഹസ്യ ധാരണ. ഇതിലൂടെ ആരെയാണ് ഒതുക്കാൻ നോക്കുന്നത്? സന്ദീപ് വാചസ്പതിയെ ഒതുക്കുകയാണെന്ന് കരുതുന്നുണ്ടോ? സന്ദീപ് വാചസ്പതി അവിടെ മത്സരിച്ചാൽ, ചെങ്ങന്നൂർ മത്സരിച്ചാൽ ഒരുപക്ഷെ കൂടുതൽ വോട്ട് ലഭിച്ചേക്കും. ആ വോട്ട് BJP കൂടുതൽ വോട്ട് ലഭിക്കുന്നത് അവിടുത്തെ സിറ്റിംഗ് MLA ആയ മന്ത്രിയായ സജി ചെറിയാൻ്റെ അടുത്ത വിജയത്തെ സ്വാധീനിക്കുമോ എന്ന ഭയം കൊണ്ടാവാം ഈ ഒത്തുകളി എന്നതല്ലേ ആരോപിക്കപ്പെടുന്ന കാര്യം. തീർച്ചയായും അങ്ങനെ തന്നെയാണ് നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യം. കാരണം ചെങ്ങന്നൂരിൽ നമുക്കറിയാവുന്ന പോലെ തന്നെ തുടർച്ചയായി സന്ദീപ് വാചസ്പതി നേരത്തെ തന്നെ അവിടെ പ്രവർത്തിക്കുന്ന ഒരു പാറ്റേൺ നമ്മൾ കണ്ടതാണ്. സ്വാഭാവികമാണ്. ഇപ്പോൾ സരിന്റെ കാര്യം പറഞ്ഞതുപോലെ ഒരു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ അടുത്ത തെരഞ്ഞെടുപ്പിൽ ഏത് മണ്ഡലമാണോ കേന്ദ്രീകരിക്കാൻ ഉദ്ദേശിക്കുന്നത് ആ മണ്ഡലത്തെ കേന്ദ്രീകരിച്ചുള്ള പ്രവർത്തനം നേരത്തെ തന്നെ തുടങ്ങുന്ന ഒരു പ്രവണത അത് ഒട്ടുമിക്ക ഇടങ്ങളിലുമുണ്ട്. ചിലർക്ക് അതിൽ സീറ്റ് കിട്ടും, ചിലർക്ക് അത് സീറ്റ് കിട്ടില്ല. പക്ഷേ സന്ദീപ് വാചസ്പതിയെ സംബന്ധിച്ചിടത്തോളം ചെങ്ങന്നൂരിൽ വളരെ സജീവമായിരുന്ന ഒരാളെ പട്ടിക വരുമ്പോൾ മാത്രം അദ്ദേഹത്തെ ഹരിപ്പാടേക്ക് മാറ്റുന്ന ഒരു സാഹചര്യം, ആ സാഹചര്യം എന്തുകൊണ്ടാണ് എന്നുള്ള ഇത്തരം കാര്യങ്ങൾ തന്നെയാണ് ഒരുപക്ഷെ ഈ പ്രതിപക്ഷ ആരോപണത്തിന് അടിസ്ഥാനം. ഇതിൽ മറ്റൊരു കാര്യം കൂടിയുണ്ട്. പ്രതിപക്ഷ നേതാവ് പറഞ്ഞൊരു കാര്യം കൂടി നമ്മൾ ഓർക്കണം. അതായത് തൃശ്ശൂരിൽ കരുവന്നൂർ കേസുമായി ബന്ധപ്പെട്ട് ED അന്വേഷണം വന്നു. ED അന്വേഷണം വരുന്നത് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന സമയത്താണ് ഈ വാർത്ത വളരെയധികം ചർച്ചയായത്. ആ സമയത്ത് ED അന്വേഷണം, ED കുരുക്കു മുറുകുന്നു എന്നൊക്കെ പറഞ്ഞു. പിന്നീട് എന്തുകൊണ്ട് മാധ്യമങ്ങൾ അത്തരം ഒരു വാർത്ത നൽകേണ്ടി വന്നില്ല എന്നുള്ളതാണ് പ്രതിപക്ഷ നേതാവ് ചോദിച്ചത്. അതിന്റെ മറുപടിയും അദ്ദേഹം തന്നെ പറഞ്ഞു. അത് തൃശ്ശൂർ സീറ്റിൽ സുരേഷ് ഗോപി ജയിച്ചു കഴിഞ്ഞപ്പോൾ പിന്നീട് അവിടെ അത്തരം ഒരു ചർച്ചയുടെ ആവശ്യം ഉണ്ടായിരുന്നില്ല. ED എന്തിനു വന്നു എന്ന് ചോദിച്ചാൽ അത് കൃത്യമായി BJP CPM ഡീലിന്റെ ഭാഗമായി ഈ സീറ്റ് നൽകേണ്ടി വന്നു എന്നുള്ളതാണ് അദ്ദേഹം ഇന്ന് ADGP MR അജിത് കുമാർ അവിടെ പൂരം കലക്കല്ലുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചു എന്നുള്ള കാര്യം കൂടി അദ്ദേഹം എൻഡോഴ്സ് ചെയ്ത് പറയുകയും ചെയ്യുകയാണ്. അല്ല, സാധാരണക്കാരായ വോട്ടർമാർ ഇതിൽ നിന്ന് എന്താണ് മനസ്സിലാക്കേണ്ടത്? ആ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം അവിടെ BJP ജയിക്കുന്നു, അതിനുശേഷം ED ആരെങ്കിലും കണ്ടോ? കരുവന്നൂർ കേസ് എന്തായി? അപ്പോൾ ഇതിലൊക്കെ ചില യാഥാർത്ഥ്യങ്ങളുണ്ടോ എന്ന് സംശയിച്ചു പോകുന്നതല്ലേ ഇത്തരം ആരോപണങ്ങൾ? പിന്നെ മധ്യ കേരളത്തിൽ BJP വലിയൊരു വളർച്ച ഉണ്ടാക്കിയ മണ്ഡലങ്ങളിലൊന്നാണ് തൃപ്പൂണിത്തുറയിൽ എന്താണ് സംഭവിച്ചത്? തൃപ്പൂണിത്തറയിൽ ഇപ്പോൾ കൃത്യമായി നമുക്കറിയാം, തൃപ്പൂണിത്തറ നഗരസഭ ഭരണം BJPക്കുള്ളതാണ്. അവിടെ എന്തുകൊണ്ട് ഒരു 2020 സ്ഥാനാർത്ഥിയെ പ്ലേസ് ചെയ്യുന്നു എന്നുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. അതും LDFനെ വിജയിപ്പിക്കാൻ തീർച്ചയായും തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഒരു നഗരസഭാ ഭരണം പിടിച്ചെടുക്കാൻ കഴിഞ്ഞാൽ സ്വാഭാവികമായും BJPയെ പോലെ ഒരു പാർട്ടി ചിന്തിക്കുമെന്ന് നമ്മൾ കരുതുന്നത് എന്താണ്? അവിടെ ശക്തനായ ഒരു BJP സ്ഥാനാർത്ഥിയെ മത്സരിപ്പിക്കും. ആ ശക്തനായിട്ടുള്ള സ്ഥാനാർത്ഥിയെ എന്തുകൊണ്ട് നിർത്താൻ കഴിഞ്ഞില്ല? അശക്തനായിട്ടുള്ള സ്ഥാനാർത്ഥിയിലേക്ക് നേതൃത്വം പോയത് എന്താണ് എന്നുള്ളത് BJPക്കാരൻ പോലും അല്ലല്ലോ അവിടെ. അതെ 2020 കാൻഡിഡേറ്റ് അഞ്ജലി നായർ എന്ന് പറയുന്ന ഒരു സിനിമാ താരത്തെ അവിടെ പ്ലേസ് ചെയ്തുകൊണ്ട് ഇൻഫ്ലുവൻസറും ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ സജീവമായി ആക്ട് ചെയ്യപ്പെടുന്ന ഒരു വനിതയെ അവിടെ മത്സരിപ്പിക്കുന്നതിലൂടെ ഒരുപക്ഷെ LDFനെ സഹായിക്കാൻ തന്നെ ആയിരിക്കാം BJP ഇത്തരത്തിൽ നേരിട്ട് അവർ നേതൃത്വത്തിൽ നിന്നൊരു സ്ഥാനാർത്ഥിയെ നിർത്താതെ ഈ 2020 സ്ഥാനാർത്ഥിയെ നിർത്തുന്ന വഴി ഒരുപക്ഷെ LDFനെ സഹായിക്കാൻ വേണ്ടി ആയിരിക്കാം. അപ്പോൾ പ്രതിപക്ഷ നേതാവ് പറയുന്ന കാര്യങ്ങൾ ഇതെല്ലാം പരിശോധിക്കുമ്പോൾ അതിനകത്ത് തൃപ്പൂണിത്തറ മണ്ഡലം കൂടി ഒരുപക്ഷെ വരേണ്ടി വരുമെന്നുള്ള കാര്യം കൂടി നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയുമല്ലോ. തീർച്ചയായും 2-3 ദിവസങ്ങളായി ഈ ആരോപണങ്ങളെല്ലാം തന്നെ രാഷ്ട്രീയ കേരളത്തിൻ്റെ മുന്നിലുണ്ട്. നമ്മളിവിടെ ഇത്രയും നേരം പറഞ്ഞതുപോലെ ആരോപണ വിധേയരായവർ കൃത്യമായൊരു മറുപടിയും അതിന് പറഞ്ഞിട്ടില്ല. BJP നേതാക്കളാണെങ്കിൽ അവരും പറഞ്ഞിട്ടില്ല. അവർ കോൺഗ്രസിനെ കുറ്റപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. ഈ വ്യവസായിയായ സ്ഥാനാർത്ഥിയെക്കുറിച്ച് ചോദിച്ചപ്പോൾ BJP നേതാക്കൾ പോലും കോൺഗ്രസിനെയാണ് കുറ്റം പറയുന്നത്. അങ്ങനെ ഒരു ധാരണയില്ലെങ്കിൽ ഈ സ്ഥാനാർത്ഥിയെക്കുറിച്ച് ഒരു പരാമർശവും നടത്താൻ BJPയും തുനിഞ്ഞിട്ടില്ല. CPM നേതാക്കളും കൃത്യമായ മറുപടികളൊന്നും പറഞ്ഞിട്ടില്ല. എന്തായാലും വരും ദിവസങ്ങളിൽ ഈ ആരോപണം
അല്ലെങ്കിൽ ഈ വിവാദം കൂടുതൽ ശക്തമാവുമെന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ. കാരണം ആ തരത്തിലുള്ള തെളിവുകൾ നിരത്തിയുള്ള ആരോപണങ്ങളാണ് മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. ഇനി ഈ ഒരു ചർച്ചയുടെ അവസാന ഘട്ടത്തിൽ നമുക്ക് പറഞ്ഞു പോകേണ്ട മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഓരോ തെരഞ്ഞെടുപ്പിലും മുഖ്യമന്ത്രിയുടെ ചില പരാമർശങ്ങൾ വിവാദമാകാറുണ്ട്. NK പ്രേമചന്ദ്രനെ കുറിച്ച് പറഞ്ഞ പരാമർശം അത് ആ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാക്കി എന്ന് കരുതാൻ കഴിയുന്ന അങ്ങനെ പലതുമുണ്ട്. മുഖ്യമന്ത്രിയുടേതായിട്ട് രേഖപ്പെടുത്തപ്പെട്ട പല വാക്കുകളുമുണ്ട്. ഈ തെരഞ്ഞെടുപ്പിലുണ്ടായത് കഴിഞ്ഞ മന്ത്രിസഭയിൽ പിണറായി വിജയനോടൊപ്പം ഉണ്ടായിരുന്ന CPM-ന്റെ സമുന്നതനായ ഒരു നേതാവിനെ കുറിച്ചാണ് ആ പറഞ്ഞത്. രാഷ്ട്രീയ രംഗത്ത് ഇത്തരം കാര്യങ്ങളിലാണ് മുഖ്യമന്ത്രി മറുപടി പറയുന്നത്. തീർച്ചയായും അദ്ദേഹം അങ്ങനെ ഒരു പദപ്രയോഗം നടത്തേണ്ടിയിരുന്നില്ല എന്നുള്ളത് തന്നെയാണ് എൻ്റെ ടേക്ക്. കാരണം 63 കൊല്ല കാലയളവിൽ പാർട്ടിക്ക് വേണ്ടി സജീവമായി പാർട്ടി പ്രവർത്തകനായി വിവിധ ചുമതലകളിലൊക്കെ തന്നെയും മത്സരിച്ച് വിജയിക്കുമ്പോൾ പോലും പാർട്ടിക്ക് വേണ്ടി പാർട്ടിയാണ് തൻ്റെ അമ്മ എന്ന് പറഞ്ഞുകൊണ്ട് നിന്ന ഒരു വ്യക്തിത്വത്തെയാണ് അദ്ദേഹം അപഹസിച്ചത്, അപമാനിച്ചത്, അപകീർത്തികരമായിട്ടുള്ള പരാമർശത്തിലൂടെ മുന്നോട്ട് കൊണ്ടുവന്നത്. പക്ഷേ അത് ഒരു തെറ്റായ പ്രവണതയാണ് എന്നുള്ള കാര്യം നമുക്ക് കൃത്യമായി തന്നെ പറയാൻ കഴിയും. അത് മാത്രമല്ല, സ്വന്തം കുടുംബത്തിൽ നിന്നൊരു ബലിദാനി കൂടി ഉള്ളതാണ്, രക്തസാക്ഷി കൂടി ഉള്ളതാണ്. അത്തരത്തിൽ CPM-ന് വേണ്ടി അഹോരാത്രം പണിയെടുത്ത ഒരു നേതാവ് അദ്ദേഹം ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ വേണ്ടി മറ്റൊരു പാളയത്തിലേക്ക് പോകുമ്പോൾ ഇങ്ങനെയാണോ പറയേണ്ടിയിരുന്നത് എന്നുള്ളതാണ് പൊതുസമൂഹം ചോദിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം. അതെ, ചെറ്റത്തരം എന്നുള്ള പ്രയോഗമാണ് അദ്ദേഹം ഉന്നയിച്ചത്. അതിൽ G. സുധാകരൻ പറഞ്ഞത് ചെറ്റപ്പുര, അത് അത്തരത്തിൽ ഞങ്ങളൊക്കെ സാധാരണ കുടുംബത്തിൽ നിന്ന് വളർന്നു വന്ന ആളാണ്, ചെറ്റപ്പുരയിൽ നിന്ന് ജീവിച്ച് പിന്നീട് വിദ്യാഭ്യാസത്തിലൂടെയാണ് വന്നത്, ഞങ്ങൾക്ക് അങ്ങനെ പറയുന്നതിൽ അഭിമാനമേ ഉള്ളൂ. പക്ഷേ മുഖ്യമന്ത്രി അങ്ങനെ അത്തരത്തിൽ അദ്ദേഹം പറഞ്ഞ മറുപടിക്ക് ഇപ്പോൾ തൽക്കാലം താൻ മറുപടി കൊടുക്കാനില്ല, അത് പിന്നീട് സംസാരിച്ചോളാം എന്നുള്ള പറഞ്ഞതുപോലെ തന്നെ AK ബാലൻ അതിനെ പിന്തുണച്ചുകൊണ്ടാണ് സംസാരിച്ചത്. അതിനുശേഷം ഗോവിന്ദമാഷിന്റെ ബൈറ്റ് ആരും എടുത്തില്ലെന്ന് തോന്നുന്നു. ഉണ്ടെങ്കിൽ പിന്തുണച്ചുള്ള ഒരു പ്രസ്താവന കൂടി നമുക്ക് കാണാൻ കഴിയുമായിരുന്നു. ഇവിടെ രമേശ് പിഷാരടിയെക്കുറിച്ച് തോമസ് ഐസക് പറഞ്ഞത് വിവാദമായപ്പോൾ, കോമാളി എന്ന പ്രയോഗം വിവാദമായപ്പോൾ അദ്ദേഹം ഇന്ന് ക്ഷമാപണം നടത്തുകയുണ്ടായി. പക്ഷേ സമുന്നതനായ നേതാവ് G. സുധാകരനെക്കുറിച്ച് പറഞ്ഞതിന് CPM നേതാക്കളൊക്കെ വീണ്ടും മുഖ്യമന്ത്രി പിന്തുണയ്ക്കുകയാണ് ചെയ്യുന്നത്. അക്ഷരാർത്ഥത്തിൽ പിണറായി വിജയനെ പേടിയാണോ മറ്റുള്ള നേതാക്കൾക്ക്? ഇത്തരം പ്രവണത ശരിക്കും പറഞ്ഞാൽ രാഷ്ട്രീയത്തിൽ വളരെ മോശമാണ് എന്നുള്ളതാണ്. കാരണം സ്വാഭാവികമായും രാഷ്ട്രീയത്തിൽ ആശയങ്ങൾ കൊണ്ടുള്ള തർക്കമാണ് ഉണ്ടാക്കേണ്ടത്. വ്യക്തിപരമാകുമ്പോഴാണ് ഇത്തരം പരാമർശങ്ങൾ ഉണ്ടാകുന്നത്. അത്തരം പരാമർശങ്ങൾ ഒഴിവാക്കേണ്ടതാണ്. മുഖ്യമന്ത്രിയെ പോലൊരാൾ, അത്രയും സീനിയർ ആയൊരു ലീഡർ, അദ്ദേഹം മറ്റൊരു സീനിയർ ലീഡറിനെ കുറിച്ച് നടത്തുന്ന പരാമർശം, എല്ലാ കാലത്തും CPM-ൽ നിന്ന് വിട്ടുപോകുന്ന നേതാക്കളെ കുറിച്ച് അല്ലെങ്കിൽ പ്രവർത്തകരെ കുറിച്ച് ഇത്തരം പരാമർശം നടത്തുന്നത് അത്ര നല്ല സന്ദേശം നൽകുന്ന ഒന്നല്ല. ഇപ്പോൾ G. സുധാകരനെ കുറിച്ച് ഇത്തരം ഒരു പരാമർശം നടത്തുന്നു. അദ്ദേഹം അതിനെ മറുപടി പറയാനില്ല ഇതിന് എന്നുള്ള രീതിയിൽ അദ്ദേഹം കൃത്യമായൊരു വിശദീകരണം G. സുധാകരൻ നൽകിയിരുന്നു. ഇതിന് എന്തുകൊണ്ട് താൻ മറുപടി പറയുന്നില്ല, അല്ലെങ്കിൽ എന്താണ് തന്റെ മറുപടി എന്നുള്ളത് അദ്ദേഹം വിശദീകരിച്ചിരുന്നു. അതിനുശേഷം പിന്നീട് AK ബാലൻ ഇത് മുഖ്യമന്ത്രി പറഞ്ഞതിനെ ന്യായീകരിച്ചു കൊണ്ടുവരുന്നു. അത് ശരിയാണ്, തങ്ങളുടെ ഒപ്പം നിന്ന ആൾ അങ്ങനെ പോകാൻ പാടില്ലായിരുന്നു, വഞ്ചകനാണ് എന്നൊക്കെ പറയുന്നത് അത് ഒരാളുടെ, അതായത് G. സുധാകരനെ പോലൊരു മുതിർന്ന നേതാവിന് അത്രയും അവഗണന നേരിട്ടത് കൊണ്ടായിരിക്കാം അദ്ദേഹം പാർട്ടി വിട്ടത്. തീർച്ചയായും ഇത്തരം സാഹചര്യങ്ങളിലൊക്കെ വർഗവഞ്ചകൻ അല്ലെങ്കിൽ കുലംകുത്തി എന്ന വാക്കുകളൊക്കെയാണ് നമ്മൾ കേട്ടത്. ഇതിപ്പോൾ ഒരു പടി കൂടി കടന്ന് പ്രസ്താവന ഇറക്കിയിരിക്കുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ. എന്തായാലും തെരഞ്ഞെടുപ്പ് രംഗത്തെ കൂടുതൽ വാർത്തകളും അതിൻ്റെ വിശകലനങ്ങളുമായി വീണ്ടും കാണാം. നമസ്കാരം. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ Zee മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.